أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله العظيم. നിങ്ങൾക്കിടയിൽ നിങ്ങളിൽ നിന്നു തന്നെ ഒരു ദൈവദൂതൻ ഇതാ ആഗതനായിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്. നിങ്ങളുടെ വിജയത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം. സത്യവിശ്വാസികളോട് അലിവും കാരുണ്യമുള്ളവനുമാകുന്നു അദ്ദേഹം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ. സൂറത്ത് തൗബയിലെ 128 ആയത്തും അതിൻ്റെ അർത്ഥവുമാണ് ഞാനിവിടെ ഓതിക്കേൽപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നതിലും വരച്ചു കാണിക്കുന്നതിലും ഖുർആൻ സമ്പന്നമാണ്. ഓരോ അധ്യായങ്ങളിലും ശ്രേഷ്ഠ നബിയുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഖുർആൻ സ്പർശിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ നേരിട്ട് വിളിച്ചുകൊണ്ട്, മറ്റ് ചിലപ്പോൾ സുന്ദര വിശേഷണങ്ങളിലൂടെ, ചിലയിടങ്ങളിൽ ഉദാഹരണങ്ങളിലൂടെ, സാന്ത്വനങ്ങളിലൂടെ, മുന്നറിയിപ്പുകളിലൂടെ, അനുചരർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന കൽപ്പനയോടെ, ചോദ്യശരങ്ങളുമായി വരുന്നവർക്ക് മുനയൊടിക്കുന്ന മറുപടികളിലൂടെ. ഖുർആൻ്റെ അമാനുഷികമായ പരിവേഷത്തിലൂടെ ഇങ്ങനെ അനുസ്യൂതം പ്രഭ പ്രസരിപ്പിക്കുന്ന തിരുജീവിതത്തെ എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുന്നു. കാരുണ്യദീപവും നന്മയുടെ ദൂതുമായി പരലക്ഷം പ്രവാചകന്മാർ ലോകത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിലും അതവരവരുടെ കാലഘട്ടത്തിലേക്ക് മാത്രം യോജിച്ചവരും പരിമിതപ്പെട്ടവരുമായിരുന്നു. ഇതിനപവാദമായിട്ടായിരുന്നു അന്ത്യദൂതരുടെ ആഗമനം. കാരുണ്യവും വിട്ടുവീഴ്ചയും മന്യു നിൽക്കുന്ന ആധുനിക യുഗത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെയും വിട്ടുവീഴ്ചയെയും കുറിച്ച് സംസാരിക്കുക എന്നത് അത്യാവശ്യവും മഹത്തരവുമായ ഒരു കർമ്മമായി മനസ്സിലാക്കണം. സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചത് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, സർവ്വജീവജാലങ്ങളോടും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളോടും അങ്ങേയറ്റത്തെ കാരുണ്യവുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജീവിച്ചത്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. കാരുണ്യത്തിൻ്റെ നിറകുടമായിരുന്ന പ്രവാചകൻ വൃദ്ധന്മാരോടും കുട്ടികളോടും സ്ത്രീകളോടും അവശരോടുമെല്ലാം ആ നിർമ്മലമായ ഹൃദയം അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെ പെരുമാറുകയുണ്ടായി. ഒരിക്കൽ ഒരൊട്ടകം തിരുനബിയെ കാണാനിടയായി. നിറഞ്ഞ കണ്ണുകളുമായി അത് അരുമയോടെ നബിയുടെ മുമ്പിൽ വന്നു നിന്നു. അവിടുന്ന് അതിനെ തടവി സമാധാനിപ്പിച്ചു. ആരുടേതാണ് ഈ ഒട്ടകം? അവിടുന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഒരു അൻസാരി യുവാവ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതെൻ്റേതാണ് എന്ന് പറഞ്ഞു വന്ന് അങ്ങോട്ട് ചെന്നു. തിരുനബി അയാളെ ഇങ്ങനെ ഉപദേശിച്ചു, അള്ളാഹു നിന്റെ ഉടമയിലാക്കി തന്ന ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൂടെ? നീ അതിനെ വേദനിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അതെന്നോട് വേവലാതി പറഞ്ഞിട്ടുണ്ട്. എത്ര ദയാവായ്പോടും കാരുണ്യത്തോടുമാണ് ജീവജാലങ്ങളോടടക്കം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റം. വിട്ടുവീഴ്ചകളുടെ മഹാമാതൃകകൾ തിരുനബിയുടെ ജീവിതത്തിൽ നിരവധിയുണ്ട്. ലോകർക്ക് കാരുണ്യമായിട്ടാണ് പ്രവാചകൻ അയച്ചത് എന്ന് നാം നേരത്തെ പറഞ്ഞു. എല്ലാവരോടും കരുണ കാണിക്കുന്ന, ശത്രുവിനോട് പോലും ഗുണകാംക്ഷയോടെ പെരുമാറിയ, എല്ലാവരിലും നന്മയെ അഭിലഷിക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രതിബിംബമായിരുന്നു തിരുദൂതർ. എല്ലാവരോടും സമന്മാരായി തുല്യ നീതിയിലധിഷ്ഠിതമായിട്ടായിരുന്നു പ്രവാചകൻ പെരുമാറിയത്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ പ്രവാചക ജീവിതത്തിൻ്റെ മഹത്തായ മാതൃകകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നീതിയിലധിഷ്ഠിതമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല
അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.